സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക അതിൽ ഒപ്പിടാൻ പോകുമ്പോഴേക്കും അവിടെ ക്ഷമ ഫിദയുടെ വേഷത്തിൽ അവിടെ എത്തുവാണ് കേട്ടോ. ഐശ്വര്യയെ എന്നും പറഞ്ഞ് ഒച്ചത്തി വിളിക്കുവാണ്. ഈ സമയം അവിടെ ഫിദയുടെ വേഷത്തിൽ വന്ന് നിൽക്കുന്ന ക്ഷമയെ കണ്ട് ഐശ്വര്യയും സോണിയും മാലതിയൊക്കെ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. ഈ സമയം രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുക. ഫിദ മാഡം എന്നും പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ രാധിക. അന്നേരം ഐശ്വര്യ ക്ഷമയെ നോക്കി വെല്ലുവിളിച്ചോണ്ട് പറയണേ, എനിക്കറിയായിരുന്നു മകളെ രക്ഷിക്കാൻ അമ്മ ഓടിപ്പാഞ്ഞൂടെ എത്തുമെന്ന് എനിക്കറിയായിരുന്നു. നിനക്കിത്തവണ നിൻ്റെ മകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ലടി. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഇത്രയും നേരെ നിൻ്റെ മകളെ ഈ കത്തിമുനയുടെ മുമ്പിലായിരുന്നു നിർത്തിയിരുന്നത്. ഇപ്പതാ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ മകളുടെ ജീവൻ ഞാൻ അങ്ങ് എടുക്കാം. ആദ്യം അമ്മയുടെ ജീവൻ എടുക്കണോ അതോ മകളുടെ ജീവൻ എടുക്കണോ? ആ കാര്യത്തിൽ മാത്രമേ എനിക്കിനി ആലോചിക്കാനുള്ളൂ. അന്നേരം ക്ഷമ ദേഷ്യത്തിലും ഐശ്വര്യയെ നോക്കി പറഞ്ഞേക്കണേ, എൻ്റെ മകളെ വിട്ടേക്ക്, അവളൊന്നും ചെയ്യരുത്. ഓ, എൻ്റെ മകളെ ഞാൻ വിട്ടേക്കാം. പകരം നിങ്ങൾ രണ്ടാളും കൂടി എനിക്ക് വേണ്ടി ഈ ഡോക്യുമെൻറ്റ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. ഒന്നിലും ആരും ഒപ്പിടാൻ പോകുന്നില്ല. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ മോളെ എന്നിട്ട് കൺമുമ്പി വെച്ച് തന്നെ കൊന്നുകളയൂടി. അങ്ങനെ പറഞ്ഞ് ആ കത്തിയെടുത്ത് രാധികയുടെ നേരെ കുത്താനായിട്ട് ഒരുങ്ങുമായിരിക്കും. ഈ സമയം ഇത് കണ്ട് പേടിച്ച് രാധിക ചെവിയും പൊത്തി ഭയന്ന് നിൽക്കുവാണ്. അന്നേരം പെട്ടെന്നായിരിക്കും ഐശ്വര്യക്ക് നേരെ തോക്കും ചൂണ്ടി ക്ഷാമ നിൽക്കുന്നത്. അങ്ങനെ തോക്കും ചൂട്ട് നിൽക്കുന്ന ക്ഷാമയെ കണ്ട് ഐശ്വര്യ ഒന്ന് പതറിപ്പോകുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കൊണ്ട് മാലതിയും സോണിയും രാധികയും ഒക്കെ ഒന്ന് ഞെട്ടി നിൽക്കുവാണ്. അങ്ങനെ ഐശ്വര്യയെ തോക്കിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാധികയെ രക്ഷിക്കുവാണ് കേട്ടോ ക്ഷാമ. എന്നിട്ട് ഐശ്വര്യക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇത്ര നാളും ഉള്ളിൽ അടക്കി വെച്ച ദേഷ്യവും പ്രതികാരവും ഒക്കെ ക്ഷാമ പുറത്തേക്ക് എടുക്കുവാണ്. ക്ഷാമ പറയുക, ഇത്രയും നാളും നീ എന്നെ പല കാര്യങ്ങൾ ചെയ്ത് ദ്രോഹിച്ചു. അപ്പോഴൊക്കെ ഞാൻ അടങ്ങി വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇനി നിനക്ക് മാപ്പില്ല ഐശ്വര്യയെ. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇന്ന് ഈ നിമിഷം നിനക്ക് ഞാൻ തരും. അങ്ങനെ ക്ഷാമയ്ക്ക് മുമ്പിൽ ആകെ ഭയന്ന് കുറച്ച് നിൽക്കുവാണ് കേട്ടോ ഐശ്വര്യ. ഈ സമയത്ത് ക്ഷാമയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഐശ്വര്യയെ ഇപ്പം തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ഉറച്ച് തീരുമാനം എടുത്തിരിക്കുവാണ് കേട്ടോ ക്ഷാമ. അങ്ങനെ ക്ഷാമ ഐശ്വര്യക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങുന്നതും സോണിയ ക്ഷാമയുടെ കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ക്ഷാമയുടെ കയ്യിലിരിക്കുന്ന തോക്കിൽ നിന്നും മുകളിലേക്ക് വെടിപൊട്ടുവാണ്. ഈ സമയം മുകളിലുള്ള ഒരു വലിയ ലൈറ്റ് ഉണ്ടല്ലോ, അത് പൊട്ടി നേരെ ഐശ്വര്യയുടെ തലയിലേക്ക് വന്ന് വീഴുവാണ് കേട്ടോ. അങ്ങനെ ഐശ്വര്യ ആ സമയം തന്നെ തലയിൽ കൈവച്ച് താഴത്തേക്ക് വീണു പോകുവാണ്. അന്നേരം ഐശ്വര്യയുടെ തലയിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിലത്ത് കിടന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് ഐശ്വര്യ ക്ഷാമയുടെ കാല് പിടിക്കുവാണ് കേട്ടോ. എന്നാൽ അതൊന്നും കണ്ട് മനസ്സിലാതെ ക്ഷാമ ഐശ്വര്യക്ക് നേരെ വെടിവെക്കാനായിട്ട് നിൽക്കുവാണ്. ഇതുകൊണ്ട് ഭയത്തോടെ നിൽക്കുവാണ് കേട്ടോ രാധിക. അന്നേരം അമൃതോടി വന്ന് ക്ഷാമയെ തടയണേ, ഇതേ വേണ്ട, അങ്ങനെ ഇവളൊക്കെ ഒന്ന് ജയിലിൽ പോകേണ്ടവളല്ല നീ. നിന്റെ മകളുടെ ഒപ്പം നിനക്കൊന്നിച്ച് ജീവിക്കണ്ടേ? ആ സമയം ക്ഷാമ തിരിഞ്ഞ് രാധികയെ നോക്കുവാണ്. അന്നേരം രാധികയും വേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടുവാണ് കേട്ടോ. ഈ സമയം അടുത്ത് നിൽക്കുന്ന സോണിയുടെ കഴുത്തിന് കയറി പിടിക്കുവാണ് കേട്ടോ ക്ഷാമ. എന്നിട്ട് പറയണേ, നിൻ്റെ മാഡത്തിന് ബോധം വരുവാണെങ്കിൽ പറഞ്ഞേക്ക്, ഇനി എൻ്റെ മോളുടെ പിന്നാലെയോ അവളുടെ നേളെങ്ങാനും കണ്ട പിന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കില്ല, തീർത്ത് കളയും. എന്നിട്ട് നേരെ അവിടെ നിൽക്കുന്ന മാലതിയുടെ അരികിലേക്ക് ചെല്ലുക. ഈ സമയം മാലതിയാണെങ്കിൽ ആകെ ഭയന്ന് കുറച്ച് ക്ഷാമയുടെ ആ മാറ്റമൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരിക്കും. അന്നേരം മാലതിയുടെ തലങ്ങും വിലങ്ങും തല്ലുവാണ് കേട്ടോ ക്ഷാമ. എന്നിട്ട് പറയണേ, ഇത്ര നാളും എൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് എന്നോട് തന്നെ ഇങ്ങനൊരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിയിടും? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മേല നിന്നെ എൻ്റെ കൺമുമ്പിൽ പോലും കണ്ടുപോകരുത്. എന്നിട്ട് ക്ഷാമ നേരെ രാധികയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതേ സമയം സോണിയ മാലതിയും കൂടി ഐശ്വര്യയുടെ അരികിലേക്ക് ഓടിപ്പോകുക. ഐശ്വര്യ മാഡം, കണ്ണു തുറക്കും മാഡം എന്നും പറഞ്ഞ് ഐശ്വര്യയെ വിളിച്ചെണീപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സമയം സോണിയ പറയണേ, എന്താണെങ്കിലും ക്ഷാമയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടിരുന്നത്. ഒരു ഭഗവാനിൽ മാത്രം അർപ്പിച്ച് ജീവിക്കുന്ന അവളാന്നൊക്കെയാണ് കേട്ടത്. എന്നിട്ട് അവരുടെ ഭാവമാറ്റം കൊണ്ട് ഞാനങ്ങ് ഭയന്നു പോയില്ലേ. അന്നേരം മാലതിയും പറഞ്ഞേ, ഞാനും ക്ഷാമ മാഡത്തിനെ ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഐശ്വര്യ മാഡം എത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ലല്ലോ. എന്നാണെങ്കിലും നമുക്ക് എത്രയും വേഗം മാഡത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ പറഞ്ഞ് ആ ഒരു ഐശ്വര്യ അവിടെ നിന്നും പൊക്കി കൊണ്ടുപോകുവാണ്. പിന്നീട് കാണിക്കുന്നത് പുറത്തുനിന്ന് സംസാരിക്കുന്ന രാധികേനെയും അമൃതേനെയും ക്ഷാമേനെയാണ് കേട്ടോ. ഈ സമയം ക്ഷാമ രാധികയോട് ചോദിക്കണേ, മോളെ എന്താ പറ്റിയത്? എന്തിനാണ് മോള് വീട് വിട്ടിറങ്ങിയത്? അന്നേരം രാധിക പറയണേ, അത് പിന്നെ അച്ഛനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത്ര നാളും എന്നെ വളർത്തി വലുതാക്കിയത് എൻ്റെ അച്ഛനാണ്. ആ അച്ഛന് പോലും എന്നെ വേണ്ടാതായപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നി. അന്നേരം ക്ഷാമ ചോദിക്കണേ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നിയപ്പോൾ എന്തുകൊണ്ടാണ് മോൾ എൻ്റെ അരികിലേക്ക് വരാഞ്ഞത്? ആർക്ക് വേണ്ടാന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ സ്വീകരിക്കില്ലേ? ഈ സമയം രാധിക പറയണേ, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാവർക്കും പ്രശ്നമായിട്ടേ വരാറുള്ളൂ. എല്ലാവർക്കും വെറുതെ ഭാരമായിട്ട് എന്തിനു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ മാഡത്തിൻ്റെ അരികിലേക്ക് വരാഞ്ഞത്. ഈ സമയം അമൃത ചോദിക്കുന്നുണ്ട്, അല്ല
ദേവനാരായണൻ തിരുമേനി, ലോകത്ത് മറ്റേതൊരച്ഛൻ മകളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടല്ലേ മോളെ സ്നേഹിച്ചത്? അങ്ങനെയുള്ള അച്ഛൻ എന്തുകൊണ്ടാണ് മോളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ തീരുമാനിച്ചത്? എന്താ അതിനുള്ള കാരണം? ഈ സമയം രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം അമൃത പറയണേ, അത് ശരി, അപ്പോൾ രാധികയ്ക്ക് എല്ലായിടത്തും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് പ്രിയങ്ക തന്നെയാണല്ലേ? പ്രിയങ്ക ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് അവസാനം കള്ളത്തരമെല്ലാം പറഞ്ഞ് രാധികയെ പ്രിയങ്ക മൂലമല്ലേ അവിടെ നിന്ന് പുറത്താക്കിയത്? ഈ സമയം ശ്യാമ രാധികയെ ആശ്വസിപ്പിക്കുകയാണ്. മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, ആർക്കൊക്കെ മോളെ വേണ്ടാതായാലും എനിക്ക് വേണം, ഈ അമ്മക്ക് എൻ്റെ ഈ മോളെ വേണം. പോകാനൊരു സ്ഥലമില്ലെന്ന് പറഞ്ഞ് മോള് വിഷമിക്കേണ്ട, ഈ അമ്മയുടെ കൂടെ മോള് താമസിക്കാൻ പോകുന്നത്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. അന്നേരം സന്തോഷത്തോടെ രാധിക ഫിദയെ ചേർത്ത് പിടിച്ച് കരയുവാണ് കേട്ടോ. അന്നേരം ശ്യാമ രാധിക ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ ഫോൺ ചെയ്യുന്ന മുത്തശ്ശീനെയാണ്. അന്നേരം പ്രിയങ്ക അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറയണേ, ആ രാധിക എന്നേക്കുമായിട്ട് ഇവിടുന്ന് പാടിയിറങ്ങി. സത്യമാണ് മുത്തശ്ശി? അതേന്നെ, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ല, എങ്ങോട്ടേക്കാണ് പോയത്? അവിടെ നിന്ന് അച്ഛനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവർ നേരെ പോകാൻ പോകുന്നത് ആ ഫിദ മാഡത്തിൻ്റെ അരികിലേക്കായിരിക്കില്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, യശോദ ഫിദ മാഡത്തെ വിളിച്ചിരുന്നു, അവൾ അവിടെ എത്തിയിട്ടില്ലെന്ന്. എത്തിയിട്ടില്ലേ? പിന്നെ ചേച്ചി ഇവിടെ പോയതാ? അന്നേരം മുത്തശ്ശി പറയണേ, അധികം വൈകാതെ വല്ല കായലിൽ നിന്നോ കുളത്തിൽ നിന്നോ ഒക്കെ രാധികയുടെ ബോഡി കിട്ടിയെന്നുള്ള വാർത്ത കേൾക്കും. അതോടെ അവളെ കൊണ്ടുള്ള ശല്യം എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം നീക്കുമായിട്ടില്ലാതാവും. അല്ല മുത്തശ്ശി, അച്ഛനെന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? നിന്നോട് ദേഷ്യമൊന്നുമില്ല. എല്ലാത്തിനും കാരണം രാധികയാണെന്നും പറഞ്ഞ് ദേവനെ മനസ്സിനെ കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യം എടുത്ത് നീ പേടിക്കണ്ട. പിന്നെ ഇനി നീ കണിമംഗലത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റാൻ ശ്രമിക്കണം. വരുണിൻ്റെ വെറുപ്പും അകൽച്ചയൊന്നും കാര്യമൊക്കണ്ട. അവനോട് തൽക്കാലം വഴക്കിടാനും നിൽക്കണ്ട. രാധിക മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോഴേക്കും അവൻ അങ്ങ് തകർന്നോളും. പിന്നെ പതിയെ പതിയെ അവൻ നിന്നിലേക്ക് തന്നെ വന്നോളും. നീ അതിനായിട്ട് കാത്തിരുന്നാൽ മാത്രം മതി. ശരി മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്വാസമാണ്. പിന്നീട് കാണിക്കുന്നത് ദേവനും യശോദയും കൂടി ടെൻഷനോടിരുന്ന് സംസാരിക്കുന്നതാണ്. ദേവൻ പറയണേ, അച്ഛനമ്മമാർ മക്കളൊന്ന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെല്ലാവരും വീട് വിട്ട് പോകുകയാണ് വേണ്ടത്. യശോദേ, നമ്മളെ പണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറഞ്ഞിട്ടില്ലേ? അപ്പോഴൊക്കെ നമ്മൾ അവരുപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടോ? എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. മനസ്സിന് ഒരു സമാധാനം ഇല്ലല്ലോ. ഈ സമയം ഇതെല്ലാം കേട്ടുണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശി പറയണേ, ദേവ, നീ എന്തിനാ അവളെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുന്നത്? നീ പറഞ്ഞല്ലോ അച്ഛനമ്മമാരോട് ഇഷ്ടമുള്ള മക്കൾ അങ്ങനെ ഇറങ്ങിപ്പോയില്ലെന്ന്. അവളുടെ മനസ്സിൽ നീ അവളുടെ അച്ഛൻ, ഇവളവളുടെ അമ്മയുമായിട്ട് അവൾ കാണുന്നില്ല. അതുകൊണ്ടല്ലേ നീ ഒന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ തന്നെ ആരോടും ഒന്നും പറയാതെ ഇവിടെ നിന്നാണ് നിങ്ങൾ പോയി കളഞ്ഞത്. അല്ലെങ്കിലും അവൾ നിങ്ങളുടെ സ്വന്തം മകളൊന്നും അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണമല്ലേ അവൾ കാണിക്കും. ഈ സമയം ദേവനോടൊന്നും ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. അന്നേരം യശോദ ചോദിക്കുന്നുണ്ട്, ദേവട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഒന്നുകൂടി അവളെ ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വരാം. അന്നേരം മുത്തശ്വരനെ, ദേവ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്രയും വലിയൊരു ദ്രോഹം നിന്നോട് ചെയ്തവളാ. അവൾ അന്വേഷിച്ച് പോകാൻ നിനക്ക് നാണമില്ലേ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ യശോദയുടെ ഫോണിലേക്ക് ശ്യാമ വിളിക്കുന്നത്. ഫിദ മാഡമാണ് എന്നും പറഞ്ഞ് യശോദ കോൾ എടുക്കുവാണ്. ഈ സമയം ശ്യാമ പറയണേ, അതെ, രാധിക മോള് എൻ്റെ ഒപ്പം ഉണ്ട്. നിങ്ങളെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് കേൾക്കുന്നത് യശോദക്ക് ഒത്തിരി സന്തോഷമാകുക. ഈ വാർത്ത ദേവനെയും അറിയിക്കുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവനും ആശ്വാസമാകുവാണ്. അന്നേരം ശ്യാമ പറയുക, നടന്ന കാര്യങ്ങളെല്ലാം മോൾ എന്നോട് പറഞ്ഞു. അവളാകെ സങ്കടത്തിലാണ്. തൽക്കാലം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ, ഞാനവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം, എന്നിട്ട് നിങ്ങൾ വിളിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഫിദ പറഞ്ഞ കാര്യങ്ങളെല്ലാം യശോദ ദേവനോട് പറയണേന്ന്. അത് കേൾക്കുമ്പോൾ ദേവനും ആശ്വാസമാകുക. എന്താണെങ്കിലും അവൾ ഒരാപത്തും പറ്റാതെ സുരക്ഷിതമായിട്ടുള്ള കൈകളിലെത്തിയല്ലോ. അതറിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ സമയം മുത്തശ്വരനെ, നിങ്ങളോട് രണ്ടുപേരോടായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളെ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് എന്ത് തന്നെ പറഞ്ഞാലും ശരി. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഉറച്ചൊരു തീരുമാനം പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം യശോദ ദേവട്ട എന്ന് പറഞ്ഞ് വിളിക്കുക. അന്നേരം ദേവൻ പറയണേ, എന്താണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അരികിൽ തന്നെ എത്തിയില്ലേ? ആ ഒരു ആശ്വാസമെങ്കിലും നമുക്കിപ്പോൾ ഉണ്ടല്ലോ യശോദ. പിന്നീട് കാണിക്കുന്നത് കാറിൽ മയങ്ങിക്കൊണ്ടിരിക്കുന്ന രാധികനെയാണ്. ഈ സമയം കാറോട് നിർത്തിയിട്ട് പുറത്തിറങ്ങി സംസാരിക്കുമായിരിക്കും ശ്യാമയും അമൃതയും കൂടി. അന്നേരം അമൃത പറയണേ, ശ്യാമേ, എന്താണെങ്കിലും രാധികയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് റിസ്ക്കാ. ഐശ്വര്യ എന്താണെങ്കിലും അടങ്ങിയിരിക്കില്ല. തൽക്കാലം രാധികയെ നീ ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അന്നേരം ശ്യാമയും പറഞ്ഞേ, ഞാനും ഇത് തന്നെ ആലോചിച്ചതെട്ടി. തൽക്കാലം ഞാനും മോളും കൂടി കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി താമസിക്കാം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.